ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ. നമ്മൾ നാട്ടിൽ വന്ന് നല്ല തിരക്കിലാണ്. ഇന്നിപ്പോ നമ്മള് ഒരു ഹോസ്പിറ്റൽ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ കൊച്ചിയിലെ ആസ്റ്റർ മെഡി സിറ്റിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ചെറിയ 1-2 ചെക്കപ്പുകൾക്കൊക്കെ ആയിട്ട് വന്നതാണ്. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ സിസ്റ്ററുണ്ട്, പിന്നെ സിസ്റ്ററിന്റെ കുട്ടികളുണ്ട്. ഇതാണ് ആദം, ഇത് ആദം, ഇത് ഒമറൂസ്. ഒരു ഹായ് പറഞ്ഞേ, ഹായ് പറ, ഹായ് എന്ന് പറ. ചുമ്മാ കൈ കാണിക്കണുള്ളൂ, ഒരു ഹായ് പറ ഒമറു. അപ്പൊ ഇവര് ഒമാനിലാണ്. അപ്പൊ നമ്മളെ കാണാനായിട്ട് തന്നെ നമ്മൾ നാട്ടിൽ വന്നതുകൊണ്ട് ഇവരും നാട്ടിലേക്ക് വന്നതാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി എറണാകുളത്തേക്കൊന്ന് ഇറങ്ങി, പിന്നെ ആസ്റ്റർ ഹോസ്പിറ്റലിൽ വന്നു. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറയാം. അപ്പൊ നമ്മളിത് ആസ്റ്ററിൽ നിന്ന് ഇറങ്ങി, ശരിക്കും പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ആസ്റ്ററിലെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു അവരുടെ പരിചരണം, അതുപോലെ തന്നെ നമ്മളോടുള്ള ഒരു കെയറും കാര്യങ്ങളും ഒക്കെ വളരെ അടിപൊളിയായിരുന്നു. നമ്മൾ ഇത് ആദ്യമായിട്ടല്ല ഇവിടെ വരുന്നത്, ഒരുപാട് പ്രാവശ്യം പല നമ്മുടെ സുഹൃത്തുക്കളുടെ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ സർജറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആസ്റ്ററായിട്ട് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സോഫാർ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇന്ന് നമുക്ക് തോന്നിയ അനുഭവങ്ങൾ നമുക്ക് കുറച്ചൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ അമേരിക്കയിൽ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയി അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസും ഇവിടെ കിട്ടുന്ന ചികിത്സയും അതുപോലെ തന്നെ കൺസൾട്ടിങ് എക്സ്പീരിയൻസൊക്കെ എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ അമേരിക്കയിൽ വച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും, ഹോസ്പിറ്റൽ കാര്യങ്ങൾക്ക് 100% നമുക്ക് നാട്ടിൽ തന്നെ കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വളരെ ഈസിയാണ്. നമുക്കൊരു സർജറി ചെയ്യാൻ പോലും തലേ ദിവസം നമുക്ക് വന്നാൽ മതി. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സുഖമില്ലാതെയായി, അതല്ലെങ്കിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും വന്നു, എന്ത് കേസിനാണെങ്കിലും നമുക്ക് നാട്ടിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഡോക്ടറെയും എപ്പോഴും കാണാൻ സാധിക്കും. പക്ഷെ അമേരിക്കയിൽ നമുക്കത് സാധിക്കില്ല. അപ്പം നമുക്ക് ഭയങ്കരമായിട്ടൊരു ടെൻഷനും ബുദ്ധിമുട്ടും മാനസിക വിഷമവും ഒക്കെ വരും. അപ്പോൾ അമേരിക്കയിൽ നമുക്ക് എല്ലാം അടിപൊളിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എക്സെപ്റ്റ് നമ്മുടെ ഈ ഹോസ്പിറ്റൽ കേസിൻ്റെ കാര്യത്തിൽ നമുക്ക് അമേരിക്ക നമുക്ക് വളരെയധികം നമുക്ക് പിന്നിലാണെന്നല്ല പറയുന്നത്, നമുക്ക് അവിടുത്തെ പ്രോസസ്സ് നമുക്ക് ഒട്ടും താല്പര്യം തോന്നില്ല. കാരണം നമുക്കിപ്പോൾ ഒരു ചികിത്സ കിട്ടുമെങ്കിൽ തന്നെ അവിടുത്തെ ആ ഒരു പ്രോസസ്സിലൂടെ പോകാൻ നമുക്കെന്നല്ല, അവിടെയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടാണ്. ഒരുപാട് വെയിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്താ പറയുന്നത്, നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ നീങ്ങിയെന്ന് നമുക്കൊരു മാനസികമായിട്ടും തോന്നില്ല. പക്ഷേ അവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ അടിപൊളി ട്രീറ്റ്മെൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മളതുപോലെ അവിടെ അപ്പോയിൻമെൻ്റ് എടുത്ത് വെയിറ്റ് ചെയ്ത് ഈ പ്രൊസീജിയറുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യങ്ങൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് ഡോക്ടേഴ്സൊക്കെ നമുക്ക് എല്ലാം വിശദമായി നല്ല രീതിയിൽ പറഞ്ഞു തന്ന് എല്ലാം കേട്ട് അതിൻ്റെ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടും. ഇവിടെ ഇപ്പോൾ നമുക്ക് വന്നപ്പോൾ നമുക്ക് എല്ലാം പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നടന്നു. പക്ഷേ ഏത് ഡോക്ടറാണെന്ന് നമ്മൾ പറയുന്നില്ല, കാരണം നല്ല ഡോക്ടേഴ്സാണ് ഇവിടെ ഉള്ളതൊക്കെ. അത് നമുക്ക് വരുന്ന ഒരു ചേഞ്ച് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ അവരെ നമ്മൾ കുറ്റം പറയുന്നതല്ല. ഇവിടെയുള്ള ഡോക്ടേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ അവിടത്തെ അപേക്ഷിച്ച് വളരെ തിരക്കിലായിരിക്കും. ഒരുപാട് പേഷ്യൻസിനെ ആയിരിക്കും കാണുന്നത്. അവിടെയൊക്കെ ഒരു നിശ്ചിത പേഷ്യൻസ് ഇത്ര ടൈമിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് ആ വരുന്ന പേഷ്യൻസിനെ അവർക്ക് ഒരുപാട് സമയം കൺസൾട്ട് ചെയ്യാനും അതിനൊക്കെയുള്ള സമയമുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇവിടെ നമ്മൾ കണ്ടു, ഡോക്ടർ പെട്ടെന്ന് അങ്ങ് കാര്യങ്ങൾ പറയുകയാണ്. പെട്ടെന്ന് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കിത് മനസ്സിലായില്ല. ശരിക്കും പറഞ്ഞാൽ കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. പക്ഷേ ഇത് ഒരു ഹോസ്പിറ്റൽ കേസിൽ വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ അടുത്തും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഡോക്ടർ നമ്മളിനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ കുറേ ഇംഗ്ലീഷിൽ നമ്മുടെ മെഡിക്കൽ ടേംസ് ഒക്കെ യൂസ് ചെയ്ത് കുറേ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു, ഒന്നുകൂടി ഒന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ പിന്നെ അത് ആദ്യം പറയാൻ പാടില്ലായിരുന്നു പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അങ്ങനെയല്ല പറയേണ്ടത്. അദ്ദേഹം നമ്മുടെ അടുത്ത് പറയുമ്പോൾ ഒന്നുകിൽ മനസ്സിലായോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കണം. ഇതിപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടുത്തെ ഒരു രീതി, പൊതുവെയുള്ളൊരു രീതി പറയുന്നതാണ്. ഇപ്പം നമ്മൾ അദ്ദേഹത്തിനെ പൂർണ്ണമായിട്ടും കുറ്റപ്പെടുന്നില്ല, അവർ തിരക്കിലായിരിക്കും. ഇതേ അനുഭവം എനിക്ക് മുമ്പ് എൻ്റെ ഉമ്മയ്ക്ക് ഒരു അസുഖം വന്ന് നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് പക്ഷേ
വേറെ നല്ല അനുഭവങ്ങളുണ്ട്. ഡോക്ടേഴ്സ് നല്ല രീതിയിൽ പറഞ്ഞ് നല്ല രീതിയിൽ മനസ്സിലാക്കി തന്ന അനുഭവം ഇവിടെ തന്നെയുണ്ട്, നമുക്ക് പലതവണയുണ്ട്. പക്ഷെ പൊതുവെ കോമൺ ആയിട്ട് ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു കാര്യം പറയുന്നത്. ഏതെങ്കിലും ഡോക്ടേഴ്സോ ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് അതൊന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയോടെയാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് അങ്ങ് കാര്യങ്ങൾ പറയും. അപ്പോൾ വീണ്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മളങ്ങനെ പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷേ പുള്ളി പറഞ്ഞത് ആദ്യം പറയായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അങ്ങനെ ഒരു നമ്മൾ ഇത്രയും അപ്പോയിൻമെൻ്റ് എടുത്ത്, ഇവിടെയാണെങ്കിലും അപ്പോയിൻമെൻ്റ് എടുത്ത് നമ്മൾ ഒരു 19 കിലോമീറ്റർ സഞ്ചരിച്ച് വേറെ ഇവിടെ ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട്, അവിടെയൊന്നും പോവാതെ നമ്മൾ ഇവിടെ വന്ന് ഈ ഡോക്ടറെ കാണുമ്പോൾ ഈ ഡോക്ടേഴ്സ് ഇതൊന്നും മനസ്സിലാക്കണം. നമ്മൾ ഇവരെ ഇത്രയും എന്താ പറയുക, അവരെ നമ്മൾ പ്രതീക്ഷിച്ച് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത് നമുക്ക് നല്ലൊരു മാനസികമായിട്ടൊരു സമാധാനം കിട്ടുന്ന രീതിയിൽ ആണ് നമ്മൾ വരുന്നതെന്നുള്ളത് അവരും മനസ്സിലാക്കണം. കുറച്ചുകൂടി ഒരു കൈൻഡ്നെസ് ഡോക്ടേഴ്സ്, ഈ പറയുന്ന കൈൻഡ്നെസ്, അതുപോലെ തന്നെ എന്താ പറയുക ഒരു പേഷ്യൻസ് ഒക്കെ കാണിക്കണം. അദ്ദേഹം സർജനാണ്, അപ്പോൾ അതിൻ്റെതായ തിരക്കുണ്ട്. പക്ഷെ എങ്കിലും എന്തെങ്കിലും ഒരു സംവിധാനം ഇവിടെ ഈ ആസ്റ്റർ മെഡിസിറ്റി അതുപോലെ തന്നെ അതിൻ്റെ ബന്ധപ്പെട്ടവരും ഈ ഡോക്ടേഴ്സും ഒക്കെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ അമേരിക്കയിൽ ഒരുപാട് തവണ പല കാര്യങ്ങൾക്കും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. കുട്ടികൾക്ക് പോയിട്ടുണ്ട്, നമ്മൾക്ക് പോയിട്ടുണ്ട്, അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ഇതൊരു ഇന്റർനാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു ക്വാളിറ്റി എല്ലായിടത്തും വേണം. പക്ഷേ അവിടുത്തെ ബാക്കിയുള്ള സപ്പോർട്ട്, അവിടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ ഡോക്ടർ നല്ല ഡോക്ടറാണ്. ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി എന്നുള്ളതിന് നമുക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അവിടെയുള്ള ബാക്കി നമ്മൾ ഈ മറ്റുള്ള ഹോസ്പിറ്റൽസിലൊക്കെ ചെല്ലുമ്പോഴും ഇപ്പോൾ എല്ലാവരും നന്നായിട്ട് പറയുന്നുണ്ട് എങ്കിലും ഇവിടെ അപ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ഭയങ്കരമാണ്. ഏതൊരാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ അത്രയും സപ്പോർട്ടൊന്നും നമുക്കിപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാലും നമുക്ക് അത്രയും കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മളിപ്പോൾ നിശ്ചിത അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയല്ല വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ചോദിച്ചു കഴിഞ്ഞാലും അവിടെയുള്ള എല്ലാ സ്റ്റാഫും, ഒരു സ്റ്റാഫ് പോലും നമുക്കൊരു മോശമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ടോ തോന്നിയില്ല. എല്ലാവരും വളരെ നല്ല രീതിയിലുള്ള പ്രോപ്പറായിട്ടുള്ള ആൻസറുകൾ പറഞ്ഞ് നമ്മളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് ഓരോ സ്ഥലത്തേക്ക് വിടുകയും അതുപോലെ തന്നെ അവർ സമയമെടുത്ത് ഓരോ കാര്യങ്ങൾ അന്വേഷിച്ച് പറഞ്ഞു തരുകയും ചെയ്തു. അതൊക്കെ ആസ്റ്ററിൽ വളരെയധികം നമുക്ക് സന്തോഷം തോന്നിയൊരു കാര്യമാണ്. അപ്പം ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഒരു അത്ഭുതം എനിക്ക് തോന്നി. ഒരു സർപ്രൈസ് സംഭവിച്ചിരുന്നു. ഇവിടെ നമ്മൾ US-ലെ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബഹ്റൈനിൽ നിന്ന് US-ന്റെ മിലിറ്ററിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം സ്ഥിരമായി നമ്മളെ വിളിക്കാറുണ്ട്, അങ്ങനെ നമ്മൾ സംസാരിക്കാറുണ്ട്. വളരെ ഒരു ഫാമിലി ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അത്രയും അടുപ്പമാണ് അദ്ദേഹമായിട്ട്. അപ്പോൾ ഞാനിവിടെ നടന്നു പോയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നെ കണ്ടു. അപ്പം അദ്ദേഹം ഇവിടെ ഈ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ US-ൽ നിന്ന് വരുന്ന സമയത്തൊക്കെ ഇദ്ദേഹത്തിനെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ നാട്ടിലുണ്ടെങ്കിൽ കാണാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നപ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് പുള്ളി എന്നെ മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. അപ്പം അദ്ദേഹത്തിനെ കണ്ടതിൽ വളരെയധികം സന്തോഷം. അദ്ദേഹത്തിൻ്റെ വൈഫ് ഇവിടെ ഒരു കൈക്ക് ചെറിയൊരു ഫ്രാക്ചറായിട്ട് ട്രീറ്റ്മെൻറ്റിന് വന്നതായിരുന്നു. അപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ മാനസികമായിട്ട് ഇഷ്ടമുള്ളവരും അടുപ്പമുള്ളവരൊക്കെ നമ്മൾ എവിടെയെങ്കിലും എന്നെങ്കിലും കാണും എന്ന് ഉള്ളതൊരു സത്യം തന്നെയാണ്. വളരെയധികം സന്തോഷം. അദ്ദേഹത്തിൻ്റെ പേര് ഫൈസൽ എന്നാണ്, കൊച്ചിക്കാരനാണ്. അപ്പോൾ ഫൈസൽ ഭായിക്ക് ഒരു ഹായ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു നാട്ടിൽ വരുന്നുണ്ടെങ്കിൽ കാണാമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഒരു 4 മാസം മുമ്പ് വന്ന് പോയുള്ളൂ, അപ്പോൾ കാണാനുള്ളൊരു സാഹചര്യം കുറവാണെന്ന് പറഞ്ഞു. പക്ഷെ എന്തായാലും കാണാൻ പറ്റിയത് വളരെയധികം സന്തോഷം. അദ്ദേഹത്തിൻ്റെ വൈഫിനെയും കണ്ടു. കൂടാതെ നമ്മൾ അമേരിക്കയിൽ നിന്ന് പോരുമ്പോൾ അമേരിക്ക ഏറ്റവും വലിയ സംഭവമാണ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് തോന്നും, ഭയങ്കര അടിപൊളിയായിട്ട് തോന്നും. പക്ഷെ നാട്ടിൽ ഒന്ന് കുറച്ച് നാൾ നിന്ന് കഴിയുമ്പോൾ നാട് സൂപ്പറായിട്ട് നമുക്ക് തോന്നും. എന്താ പറയുന്നത്, കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ നാട്ടിൽ കുറച്ച് ദിവസം നിൽക്കുമ്പോൾ നമുക്ക് നാടിനോട് വല്ലാത്തൊരു സ്നേഹവും ഇഷ്ടവും ഒക്കെ നമുക്ക് കൂടി വരും. നമുക്ക് നാട്ടിൽ നിന്ന് പോകാനും ഒരു ബുദ്ധിമുട്ട് തോന്നും. എന്തായാലും നാട്ടിലെ ആ ഒരു സംഭവം നാട് ഒന്നുമല്ല എന്ന് നമുക്ക് കുറച്ച് നാൾ അമേരിക്കയിൽ നിൽക്കുമ്പോൾ തോന്നും. വളരെ യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മൾ തിരിച്ച് നാട്ടിൽ കുറച്ച് നാൾ നിന്ന് കഴിയുമ്പോൾ
അമേരിക്ക ഒന്നുമല്ല എന്നുള്ളൊരു തോന്നലും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു അത്ഭുതമായിട്ടാണ് എനിക്കത് തോന്നുന്നത്. കാരണം ഇങ്ങനെ നാട്ടിൽ വീണ്ടും നമുക്ക് ഇത്രയും നാടിനോട് ഇഷ്ടം കൂടി വരും എന്നുള്ളത് എനിക്ക് ഒട്ടും ചിന്തിക്കാൻ പറ്റിയില്ലായിരുന്നു. കാരണം അമേരിക്കയിൽ നമുക്ക് ഇടുന്ന ഒരു സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ, പക്ഷേ എന്താ പറയുന്നത്, നാട് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു സംഭവമാണ്. വളരെയധികം എന്താ പറയുന്നത്, അത്രയും നമുക്ക് നാടിനോട് ഇഷ്ടം കൂടിയാണ് വരുന്നത്. നമ്മൾ ഓരോ ദിവസവും ഓരോ പ്രവാസി നാട്ടിൽ നിൽക്കുന്നവരും. അപ്പൊ ഇത് എനിക്ക് ഇങ്ങനെ തോന്നുമെന്ന് എനിക്ക് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് പോകാൻ തോന്നും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ കൂടുതൽ നാളെ നിൽക്കാനാണ് ഇപ്പൊ നമുക്ക് തോന്നുന്നത്. നമ്മളിപ്പോ എടപ്പള്ളി ലുലുവിന്റെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നല്ല വിശപ്പുണ്ട്, 3 മണിയായി. അപ്പൊ നമ്മളിപ്പോ ലുലുവിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ ഈ MRI എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. നമുക്ക് അവിടെ ഒന്ന് കയറാം. MRI റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ പോകണം. ഇവരുടെ ഖത്തറിലുണ്ടായിരുന്നുണ്ടോ. അപ്പൊ ഖത്തറിലൊക്കെ ഇവരുടെ പൊളി ഫുഡാ, ഒരു രക്ഷയില്ല. അപ്പൊ ഇവിടെ ഒന്ന് കയറി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലല്ലേ? ഇതിലാണോ? നമ്മള് ചട്ടിച്ചോറും 2 ലഗൂൺ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മുടെ ചട്ടിച്ചോറ് വന്നു കേട്ടോ. ലൈഫിൽ ആദ്യമായിട്ടാണ് ചട്ടിച്ചോറ് കഴിക്കാൻ പോകുന്നത്. വളരെ സൂപ്പറായൊരു കോമ്പിനേഷനാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട പുളിശ്ശേരി എല്ലാം ഉണ്ട്. കുട്ടികളുടെ ബിരിയാണി വന്നു. നമ്മുടെ ചട്ടിച്ചോറിൽ ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ, പ്രോൺസ്, ഇതെനിക്കൊന്ന് ബീഫാണെന്ന് തോന്നുന്നു. ഇതൊക്കെയുണ്ട്. ഇതെല്ലാം കൂടിയുള്ള ഇങ്ങനെയുള്ളൊരു സംഭവം ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. കുറച്ച് അജുവ ഈത്തപ്പഴം വാങ്ങിയിട്ടാണ്. പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസും വാങ്ങി. ഇവിടെ എല്ലാം നമുക്ക് എങ്ങോട്ടെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേറെ സ്ഥലത്തേക്ക് പോകണ്ട. നമ്മുടെ MRI ഫുഡ് അടി കഴിഞ്ഞു കേട്ടോ. ബിരിയാണി നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ ചട്ടിച്ചോറ് അത്രയും വർത്തായിട്ട് തോന്നിയില്ല. ഏകദേശം 300 രൂപയാണ്, 290 രൂപയാണ് അതിൻ്റെ റേറ്റ്. പക്ഷേ ഒരു സാധാ ചോറ് ചട്ടിയിലിട്ട് തന്നു, അത്രേ ഉള്ളൂ. ബിരിയാണി ഇവിടുത്തെ എപ്പോഴും നല്ല അടിപൊളിയാണ്. നമ്മൾ ഖത്തറിലൊക്കെ വെച്ച് കഴിച്ച് പാത്രമൊക്കെ വടിച്ച് നോക്കി കഴിച്ചിട്ട് പോരണയാണ്. അപ്പം ചട്ടിച്ചോറ് അത്ര പോരായിരുന്നു. ബാക്കി പിന്നെ ബേക്കറി കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് വാങ്ങാൻ പറ്റിയത് വലിയൊരു സൗകര്യമായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നമ്മുടെ സ്വന്തക്കാരുടെ വീട്ടിലൊക്കെ പോയി അങ്ങനെ ഇന്നത്തെ ദിവസം അടിച്ചു പൊളിച്ചു. അപ്പോൾ കുറച്ച് നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ചെയ്തൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.